ഒറ്റ മൈനിൽ 2 പെണ്ണുങ്ങൾ മണാലി പോയ കഥ കേൾക്കണം എങ്കിൽ കമോൺ. പെട്ടെന്നുള്ള പോക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റും റിട്ടേൺ ടിക്കറ്റും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോകാനുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കിട്ടിയത് ജനറൽ ടിക്കറ്റ് ആണ്. എന്റെ മോനെ സീന് ഇതുപോലൊരു എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. തിരക്കി ഒടുവിൽ ഞങ്ങൾ സീറ്റ് ഒപ്പിച്ചു. ഈ തിരക്കിനിടയിൽ ലിപ്സ്റ്റിക് ഇടാൻ കാണിക്കുന്ന അവിടെ ശുഷ്കാന്തി കണ്ടോ. ജനറൽ ടിക്കറ്റ് എടുത്ത് ലോങ് പോകുന്നവർക്ക് അറിയാൻ പറ്റുണ്ടാവും. ഒടുക്കത്തെ സ്മെല്ലാണ്. ഈ സ്മെല്ലും സഹിച്ച് ഞാൻ എങ്ങനെ ഗോവ വരെ എത്തും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് 12 മണിയായപ്പോൾ എല്ലാവരും കാലി. പിന്നെ അങ്ങോട്ട് സ്ലീപ്പർ കോച്ച് എടുത്തൊരു ഫീൽ ആയിരുന്നു. അങ്ങനെ ഒരു ഉറക്കം കഴിഞ്ഞ് ഫ്രഷപ്പ് ആയി. ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങൾക്ക് 2 പേർക്കും ട്രെയിനിൽ ഫുഡൊന്നും പറ്റാത്ത കാരണം അവിടുന്ന് ഫുഡൊന്നും വാങ്ങിയില്ല. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റോപ്പിലെത്തി. 9:10 ആയപ്പോൾ മഡ്ഗോവനിലെത്തി കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങി അടുത്ത ടിക്കറ്റ് എടുത്തു. വീണ്ടും സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് തിവിം റെയിൽവേ സ്റ്റേഷനിലാണ്. തിവിമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിൽ എത്താന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തിവിമിലാണ് നെക്സ്റ്റ് ഇറങ്ങിയത്. തിവിമിന്നാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ ക്യാബ് വിളിച്ച് എയർപോർട്ടിലോട്ട് പോയി. ഫ്രം തിവിം ടു എയർപോർട്ട് 700 rupees ആണ് അവർ ചാർജ് ചെയ്തത്. അതിന് ഒരുപാട് തർക്കിച്ചിട്ടാണ്. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ചാർജ് ചെയ്യുന്നത് ക്യാബ് ഡ്രൈവേഴ്സും ഓട്ടോ ഡ്രൈവേഴ്സും ഒക്കെയാണ്. അപ്പോൾ അവരുടെ അടുത്ത് മാക്സിമം ബാർഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം അവരുടെ കൂടെ പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അവർ ചാർജ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ ഗോവയിലെ മനോഹർ ഇന്റർനാഷണൽ എയർപോർട്ടിൽ എത്തി. എന്നിട്ട് 2 ഉലാത്തിൽ വെറും ഷോ. ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ വേഗം പോയിട്ട് ചെക്ക് ഇൻ ചെയ്തു. ഫ്രഷപ്പ് ആയി. കാരണം മുഷിന്റെ ഡ്രസ് ഇട്ട് നമ്മൾ എയർപോർട്ടിൽ എങ്ങനെ ചില്ല് ചെയ്യും. പെട്ടെന്ന് തന്നെ ബോർഡിംഗ് പാസ് ഒക്കെ എടുത്ത് സെറ്റായി. അപ്പോൾ ബാക്കി നാളെ ബൈ.